മൂവി സോങ് റൈറ്റിംഗിലേക്ക് വന്ന എങ്ങനെയായിരുന്നു ആ ഒരു ഞാൻ അവസരം ചോദിച്ച് ആദ്യത്തെ എൻ്റെ രണ്ട് മൂന്നല്ല 4-5 സിനിമകൾ അങ്ങോട്ട് വിളിച്ച് അവസരം ചോദിച്ച് കിട്ടിയതാണ്. ഫസ്റ്റ് ഫിലിം കുട്ടിയും കോലുമാണ്. അപ്പോൾ അജയേട്ടൻ ഗിന്നസ് പക്രൂച്ചേട്ടൻ ഡയറക്റ്റ് ചെയ്ത ഫിലിം. അപ്പോൾ അതിന് മുൻപ് പാട്ടൊക്കെ എഴുതുന്ന ഒരു സ്റ്റേജ് എത്തിയപ്പോൾ സിനിമയിലേക്ക് അവസരം ചോദിക്ക് എന്ന് അമ്മയും അങ്ങനെ കുറച്ച് പേര് പറഞ്ഞതിൻ്റെ ഒരു ധൈര്യത്തിൽ എങ്ങനെയോ ഫോൺ എടുത്ത് വിളിച്ച് അവസരം ചോദിച്ചതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സ് അങ്ങനെ ആ സിനിമയിൽ എഴുതി തരാൻ പറഞ്ഞു? ഏഹ് എഴുതി തായോ? ആദ്യം ഒരു വേറൊരു സിറ്റുവേഷൻ ചുമ്മാ പറഞ്ഞു തന്നു, ട്യൂണൊന്നും ഇല്ലാതെ. അപ്പോൾ അന്ന് ഞാൻ ചെന്നൈയിലാണ്. അപ്പോൾ ചെന്നൈയിൽ എഴുതിയിട്ട് അത് എഴുതി ജിമെയിലൊക്കെ അയച്ചു കൊടുത്തു. അപ്പോൾ പടത്തിൻ്റെ പൂജ കണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ കൊച്ചിയിൽ അങ്ങനെ ചെന്നൈയിൽ നിന്ന് വന്നു. അപ്പോൾ ഷാനിക്കയെ പരിചയപ്പെടുത്തി, ഇദ്ദേഹമാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി. പിന്നെയാണ് ആ പടത്തിലെ പാട്ട് ശരിക്കും എഴുതിപ്പിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ഫിലിം. സെക്കൻഡ് ഫിലിം നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമിയാണ്. അത് അതിനേക്കാളും കോമഡിയാണ്. ഫസ്റ്റ് ഫിലിം കഴിഞ്ഞിട്ട് ഒരു ഗ്യാപ്പ് വന്നു. അപ്പോൾ എനിക്ക് അടുത്ത പടത്തിൽ പാട്ട് എഴുതണമെന്നുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ പോസ്റ്റർ വന്നു, നീലാകാശം. ഭയങ്കര നല്ല പോസ്റ്റർ, എല്ലാവരും ഭയങ്കര അഭിപ്രായം. പോസ്റ്റർ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ലിറിസിസ്റ്റിൻ്റെ മാത്രം പേര് കാണുന്നില്ല. എന്ത് ലിറിസിസ്റ്റ് ഇല്ലേ ഈ പടത്തിൽ? അത് അങ്ങനെ ഒരു സംശയം. ഇപ്പോൾ സമീർ താഹിർ ഡയറക്ടർ, നല്ല ധൈര്യം വേണം. ഞാൻ വെറുതെ അന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കി സമീർ താഹിർ ഫോൺ നമ്പർ, കിട്ടി. ഇന്ന് അടിച്ചാൽ കിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു, അതിൽ കോൺടാക്റ്റസ് എന്ന് പറഞ്ഞൊരു ടാബിൽ ഒരു നമ്പർ ഉണ്ട്. ഞാൻ 2 കൽപ്പിച്ച് വിളിച്ചപ്പോൾ അദ്ദേഹം എടുത്തു. അതിൻ്റെ മറ്റൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ചെന്നൈയിലായിരുന്നു ഞാനെന്നൊന്നും പറഞ്ഞില്ല. എൻ്റെ അച്ഛൻ അവിടെ ജോലി ചെയ്തുകൊണ്ട് അങ്ങനെയാണ്. അപ്പോൾ അന്ന് ഈ സിനിമയുടെയൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നത് മെയിൻലി ചെന്നൈയിലാണ്. ഇന്നിപ്പോൾ എല്ലാം ഇവിടെയായി. അപ്പോൾ എവിടെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെന്നൈയിൽ ഇന്ന സ്ഥലത്താന്ന് പറഞ്ഞപ്പോൾ അരമണിക്കൂർ അകലത്തിൽ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അപ്പം തന്നെ പോയി മീറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ റക്സേട്ടനെ പരിചയപ്പെടുത്തി. അങ്ങനെയാണ് ആ സിനിമ സംഭവിക്കുന്നത്. എൻ്റെ ലൈഫിലെ എൻ്റെ ലക്കി റൈറ്ററാണ് വിനായക്. കാരണം ഫസ്റ്റ് മേജർ ഹിറ്റ് ഇൻ മലയാളം പറയാൻ മിന്നി മിന്നിയാണ്. മിന്നി മിന്നി ആ വരികൾ എഴുതിയ ആള് വിനായകാണ്. ഇറ്റ് വാസ് യുവർ എക്സ്പീരിയൻസ്. എൻ്റെ ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ട്. എനിക്കതും കേൾക്കണമെന്നുണ്ട് ആക്ച്വലി. അല്ല, എൻ്റെ എക്സ്പീരിയൻസ് വളരെ അറ്റ് ഹോം ഫീൽ ചെയ്യിപ്പിച്ചൊരു ടീം എൻ്റെ സോങ് റൈറ്റിംഗ് കരിയറിൽ ഇങ്ങനെ വരുമ്പോൾ ഈ അഹമ്മദും ഇഫ്തിയും ഇവർ രണ്ടുപേരുമാണ് എൻ്റെ അടുത്ത് വന്നിട്ട് ജൂൺ എന്നൊരു സിനിമ ഉണ്ടെന്ന് പറയും. പിയർ ഗ്രൂപ്പിൻ്റെ ഒപ്പം ഇരുന്ന് പാട്ട് എഴുതുന്നൊരു ഫീൽ ശരിക്കും ആസ്വദിച്ച് വർക്ക് ചെയ്തത് ജൂണിലാണ്. ജൂണിൽ 5 പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ കോയിൻസിഡൻ്റലി ഏറ്റവും അവസാനം എഴുതിയ പാട്ടാണ് അത്. ബാക്കി എല്ലാ പാട്ടും ആദ്യം തമ്മിൽ എന്നൊക്കെ പറഞ്ഞ പാട്ട് ഇപ്പോൾ നന്നായിട്ട് വൈറലായി പോകുന്നുണ്ട് ഇപ്പോൾ. അതൊക്കെ വളരെയധികം ഫീൽ ചെയ്ത് എഴുതി. എല്ലാം കഴിഞ്ഞ് പണി കഴിഞ്ഞു എന്ന് വിചാരിച്ചെടുത്ത് അഹമ്മദ് ഒന്നൊരു പാട്ടും കൂടെ ഉണ്ട് എന്ന് പറയുകയും ഈ ട്യൂണ് തരികയും അവസാനം അതാണ് ഏറ്റവും ആദ്യം ഇറങ്ങിയതും ഏറ്റവും ഹിറ്റായതും. അപ്പം അങ്ങനെയാണ് ഈ മിന്നി മിന്നി. അതിൻ്റെ ലിറിക്സ് ഈ പാട്ടിനെ ഹിറ്റാക്കിയതിലൊരു മേജർ റീസൺ ഉണ്ട്. കാരണം ആർക്കും പാടാൻ പറ്റുന്ന ഒരു കുട്ടികളാണെങ്കിലും സ്കൂളിലെ കുട്ടികളാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും എല്ലാവർക്കും അത് ഭയങ്കര ക്യൂട്ട്നെസ് ഉണ്ടായിരുന്നു ആ പാട്ടിൽ. അപ്പം അതിലൊരു മേജർ പങ്ക് വിനായകനുണ്ട്. താങ്ക് യു. അല്ല, ഞാൻ എൻ്റെ ഏത് പാട്ടെടുത്താലും പരമാവധി ആ പാട്ടിൻ്റെ ഒരു സിറ്റുവേഷൻ വെച്ച് പരമാവധി സിമ്പിളാക്കാൻ കോൺഷ്യസ്ലി എഫേർട്ട് എടുക്കുന്ന ആളാണ്. പിന്നെ ഈ പാട്ട് പിന്നെ പറയേണ്ട സ്കൂൾ കാലഘട്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനേക്കാളും സിമ്പിളാവാനും ഒക്കെ ഒരു ലിബേർട്ടി ഉണ്ടായിരുന്ന പാട്ടാണ്. പിന്നെ ഈ ഫസ്റ്റ് ലൈൻ വളരെ സിമ്പിളായിട്ട് ഇൻറ്റൻഷനലി കീപ്പ് ചെയ്താലേ ഈ പാട്ടിലോട്ട് ആൾക്കാർ ഇന്നാവുള്ളൂ. അപ്പം അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഓഫ് കോഴ്സ് രണ്ടുപേരും പാടുക പാട്ട് പാടുവോ? ഓൺ ഡിമാൻഡ് പാടുവോ? പാടാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. മിന്നി മിന്നി കണ്ണ് ചിമ്മി നിന്നെ നോക്കി പാവ പോൽ ഞാനിരിപ്പു വിങ്ങി വിങ്ങി ഒന്ന് മിണ്ടാൻ ഒന്നടുക്കാൻ ഞാൻ കാത്തേ നിൽപ്പൂ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയടിക്കാല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും കൈയടിക്കാം. വോയിസിനും നല്ലോണം പങ്കുണ്ട്. അത് പിന്നെ തിരിച്ച് ലിറിക്സിന് പങ്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പറയാന്ന് വിചാരിക്കും. ആ വോയിസും ഇതേപോലെ തന്നെയായിരുന്നു. ആ കുട്ടിയാണെന്നുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞൊരു വോയിസിൽ പാടണം. ആദ്യം ഒരു ടേക്ക് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പറഞ്ഞു ഇതല്ല, നമുക്ക് കുറച്ചും കൂടെ ചെറുതാക്കണം എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിതാക്കി പാടിയൊരു സോങ്ങാണ്. നല്ല നിഷ്കളങ്കമായ വോയിസ് ആണെന്ന് തോന്നിപ്പിക്കാൻ പറ്റി അമൃതയ്ക്ക്.